Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓറഞ്ച് കേക്ക് ആണ്. അപ്പോൾ സ്വതവേ ഓറഞ്ച് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഒന്നുകിൽ ഓറഞ്ച് ജ്യൂസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എസൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ കേക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമ്മൾ ഓറഞ്ചിൻ്റെ കുരു ഒഴിച്ച് മറ്റെല്ലാ സാധനങ്ങളും തോലടക്കം ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് ടൈറ്റിൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ യുണീക്കായിട്ടുള്ള ഒരു വളരെ ടേസ്റ്റി കേക്കാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ അടുത്ത് അവൻ ഇല്ല എന്ന് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ച് വിഷമിക്കരുത്. ഇത് സ്റ്റൗ ടോപ്പിലും ഉണ്ടാക്കാം, അവനിലും ഉണ്ടാക്കാം, എങ്ങനെ വേണിച്ചാൽ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം. ആദ്യം നമുക്കിതിൻ്റെ അറ്റം മുറിച്ചെടുക്കണം. എന്നിട്ട് നടുക്കീറി ഇതിലിങ്ങനെ കട്ടിയായിട്ടുള്ള ഈ വേര് അത് കളയുക. കുരു ഉണ്ടെങ്കിൽ അതും കളയണം. രണ്ടും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ശ്രദ്ധിക്കുക, തോലോടുകൂടി നമ്മളിതിനെ മുറിക്കുക. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന മിക്സിക്ക് മസാലയോ അങ്ങനെ എന്തെങ്കിലും അരച്ച ചൊയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് 2 മുട്ട ചേർക്കണം. അത് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം ചേർക്കാൻ. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്ത ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും ചേർത്ത് നമുക്കിത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു അരിപ്പ് വയ്ക്കുക. എന്നിട്ട് ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/8 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള് എന്ന് പറയാം അത്രയും ബേക്കിംഗ് സോഡ, ഇത്രയും ഇട്ട് ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് അരിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഓറഞ്ചിൻ്റെ മിക്സ്ചർ, അതിൽ കുറച്ച് ചെറിയ പീസൊക്കെ നാരങ്ങയുടെ തോല് ഉണ്ടാവും. അത് കുഴപ്പമില്ല, വലിയ പീസാവാതിരുന്നാൽ മതി. ഞാനിങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഒരു സ്പാച്ചുല ആയാലും മതി. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആവണ വരെ മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു 6 ഇഞ്ച് പാനാണ് എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടർ തേച്ചു, എന്നിട്ടൊരു പാച്ച്മെൻറ്റ് പേപ്പർ അതിനടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബാറ്ററിനെ ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം 10 മിനിറ്റായിട്ട് ഹൈ ഹീറ്റിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അത് നല്ലോണം ലോ ആക്കുക. ഇത് നമ്മൾ അവൻ പ്രീ ഹീറ്റ് ചെയ്യണ പോലെയാണ്. എന്നിട്ട് നമുക്കിതിനെ ഇതിൽ വെക്കാം. ഞാനിവിടെ ഗ്ലാസ് മൂടിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കത് വേവുന്നത് ശരിക്കും കാണാൻ പറ്റും. അതിന് ശേഷം ഈ പാത്രത്തിൻ്റെ മുകളിൽ കുറച്ച് കട്ടിയുള്ള ഒരു തുണി, അപ്പം ഇതിങ്ങനെ വയ്ക്കുക. അപ്പം അങ്ങനെയാകുമ്പം ആ ഹീറ്റ് ഒട്ടും എസ്കേപ്പ് ആവില്ല. 20 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുകയാണ്. നിങ്ങൾ അവനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 350 ഡിഗ്രി ഫാരനൈറ്റ് അല്ലെങ്കിൽ 175 ഡിഗ്രി സെൽഷ്യസിൽ 25 to 30 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് ഇതുപോലെ ഒരു കോലിട്ട് കുത്തി നോക്കുക. കോല് ക്ലീൻ ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നർത്ഥം. അപ്പം ഞാനിത് അടുപ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് തണിയാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. തണിഞ്ഞതിന് ശേഷം മാത്രം, അതായത് ആ പാത്രം കൈകൊണ്ട് പിടിക്കാവുന്ന ഒരു ചൂടായി കഴിയുമ്പം അതിനെ ഇതുപോലെ കമഴ്ത്തുക. എന്നിട്ട് ആ പാർച്ച്മെൻറ്റ് പേപ്പർ മാറ്റി വെച്ചിട്ട് അതിനെ തണിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നന്നായി തണിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ഓറഞ്ചിൻ്റെ ജസ്റ്റൊക്കെ, ആ തോലിൻ്റെ പീസസൊക്കെ അതിൽ നോക്കിയാൽ കാണാം. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.